ഇന്ന് നമ്മളെ കുഞ്ഞാമു രണ്ട് വർത്താനം ഒരു വിടട്ടെ. ഇന്ന് കുഞ്ഞാമുവിൻ്റെ വക ആയിക്കോട്ടെ. കുഞ്ഞാമു പറഞ്ഞ ഇവരിങ്ങനെ ഇത്തരം ആദർശപരമായ വിഷയം നമ്മൾ പറയുമ്പോ നമ്മളിത്തരം ആദർശപരമായ വിഷയം പറയുമ്പോൾ കൊഞ്ഞനം കുത്തുക പറയാം. അതിനെ ഒതുക്കാൻ വേണ്ടിട്ട് ഇവർക്ക് ആരോപണം ഉന്നയിക്കല് പച്ച പൊള്ളു പറയും. എന്തിനാ നിങ്ങൾ ഇങ്ങനെ പച്ച പൊള്ളു പറയുന്നത്? സത്യം തന്നെ പറയും. അതുവരെ പരിപാടിയാ. പല മശായിഹന്മാരും നിങ്ങൾ പുറം കയറിയിട്ടുണ്ട്. തന്നെ അങ്ങനെ ഉണ്ടായിക്കണം. എന്നാ പോക്സോ കേസ് കൊടുക്കേണ്ടി വരുമല്ലോ. പൊടച്ചോനെ എന്ന് പറയാലോ. പലരും ഇവര് പറയണ് മശായിഹന്മാര് ഷെയ്ഖാണ്, ഔലിയാണ്, എന്നിട്ട് പ്രസംഗിക്കാൻ വേണ്ടി ആൾക്കാരെ വിടുക. നിങ്ങൾക്കേ പണ്ടൊക്കെ നിങ്ങൾ അങ്ങണ്ട് നിങ്ങളൊരു മുങ്കറും നെക്കൂറും മറ്റുള്ളവരൊക്കെ കബറാളികളായിരുന്നു. കാലം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാലം കഴിഞ്ഞ് ഇപ്പൊ സിലബസ് മാറി കൂട്ടുകാരാ. ഇത് 2024. മനസ്സിലായില്ല നിങ്ങൾക്ക്? 2024 പറഞ്ഞ കുഞ്ഞാമ്പ്. അല്ലോ കാലം മാറി. നിങ്ങളൊരു മുൻകർ നക്കീർ. ഔ ഔ കാലത്തിന്റെ കാവലാളുകളായ ഖേമന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ആരാ കുഞ്ഞേമേ കാലത്തിന്റെ കേവന്മാര് ആരാണ്? നമ്മളെ നൗസും സമതും കുഞ്ഞാമ്പോ നിങ്ങള് മൂന്നാളുവാ കൈകാര്യം തുടങ്ങിയിട്ടുണ്ട്. പേടിച്ചൊന്നും വേണ്ട കേട്ടോ. ഒച്ചെണ്ണ എഴുതിയിൽ പേടിച്ചൊന്നും വേണ്ട. കൈകാര്യം ചെയ്യലെടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാ. ഇത് നിങ്ങളൊരു വൈക്കാക്കും. ഇത് നിങ്ങളൊരു വൈക്കാക്കും, അല്ലെങ്കിൽ ഞങ്ങളൊരു വൈക്കാകും. എന്തേ അല്ലേ കുഞ്ഞാമേ? അപ്പൊ ഇവരെല്ലാരും കളിച്ച മാതിരി കളിക്കാൻ നിന്ന് എവിടെ? ഇത് സമാന് മടവൂര് സമാനത്. മനസ്സിലായില്ല? അതൊക്കെ തിരിഞ്ഞിക്കണോ കുഞ്ഞാമേ? അതൊക്കെ തിരിഞ്ഞിക്കണം. മടവൂര് സമാനാണ്. ഇനി പിന്നെ നമ്മളെന്താ ഇട്ടാ? ഇനി മടവൂര് സമാനാണ്. മടവൂര് നിങ്ങളെ കയ്യിലാണെന്നാ? മടവൂര് നിങ്ങളെ കയ്യിലാണ്. നിങ്ങളാണ് മടവൂരിനെ കൊണ്ടെടുക്കണത്. മടവൂരിന് വേറെ ഒന്നുമില്ല. മടവൂരിൻ്റെ ഇപ്പം നിങ്ങളിങ്ങനെ ഷെയ്ഖുനാന്ന് പറഞ്ഞിട്ട് കൊണ്ടെടുക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ എന്നോ? ഇതൊന്ന് വിട്ടാ വണ്ടി കുഞ്ഞാമേ. എനിക്ക് തീരെ കാതല്ല. താൽച്ചോറില്ല എനിക്ക്. താൽച്ചോറില്ല. എന്നൊക്കെ ആ ലീക്ക് വീരാൻ പറഞ്ഞ മാതിരി തെരണ്ടിമാര് അച്ചാറിൽ മുക്കി തല്ലണം. ജാതി വർത്താനം പറയുമ്പോൾ മടവൂര് പനക്ക് മാത്രമുള്ള മാതിരി എൻ്റെ വർത്താനം കേട്ടാല്. ആ മടവൂര് ശൈഖുനെ പഠിപ്പിച്ച ഹക്കായ ദീനിവിടെ പറയും. അത് പറഞ്ഞ ഞങ്ങളെ ശൈഖുനാനെ, അത് പറഞ്ഞ ഞങ്ങളുടെ ശൈഖുനാനെ എന്ന് പറഞ്ഞ ആളാരറിയാം? കുരുവട്ടൂര് ശൈഖുനെ കേട്ടോ. ഇവരിങ്ങനെ തീരുമാനം എടുത്തിട്ട് മൂലക്കലാക്കാൻ നോക്കി. മറ്റുള്ളവരായിട്ട് കളിച്ച മാതിരിയായില്ല കളിച്ച്. കുഞ്ഞാമ ഇതിലും വലിയ ആൾക്കാരൊക്കെ വന്നിരുന്നു ഇതിന്റെ മുമ്പ്. ഓരൊക്കെ നിന്നിക്കണ്. ഇപ്പൊ നിങ്ങള് ആൺകുട്ടികളായിട്ട് മുട്ടിയത്. ആണും പെണ്ണൊക്കെ ഇതിന്റെ മുന്നേ വന്നീനും കുഞ്ഞാമ. ഇതിലും വലിയ ആണ് വന്നീനും. ഞമ്മളെ പറ്റി പറയാണ് കളവ് പറയാൻ ഒരു ഉളുപ്പില്ലാത്ത വർഗം. അത് ശരി തന്നെയല്ലേ കുഞ്ഞാമേ? കളവ് പറയാൻ ഒരു ഉളുപ്പില്ലാത്ത വർഗം തന്നെയല്ലേ? ശരി തന്നെയല്ലേ? ഇതൊക്കെ എത്ര പറയുന്ന സ്റ്റേജിൽ കയറിയിട്ട് പച്ചന്നോണം അല്ലേ? നിങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങളെ ശൈഖുനാക്കെതിരെ നിങ്ങളൊരു തീരുമാനം കണ്ടെടുത്ത് മറ്റുള്ളവർക്ക് എടുത്ത മാതിരിയല്ലല്ലോ. നിങ്ങളിപ്പോ എന്താ? നിങ്ങള് 40 ഔലിയാക്കളെ സ്ഥാനത്തിരിക്കുന്ന മുശാവറ ഒരുമിച്ചു കൂടിയിട്ട് ചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത രൂപത്തിൽ മുശാവറ നടക്കുമ്പോ അത് ക്ലിപ്പാക്കി പുറത്തു വിട്ടത് ഇന്ന് വരെ നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? ആവനാഴിയിലെ അവസാനത്തെ അമ്പും ഞങ്ങളെ ശൈഖുനാക്കെതിരെ ഞങ്ങൾ പ്രയോഗിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായത്? അത് നനഞ്ഞ പടക്കങ്ങളൊക്കെ ചീറ്റിപ്പോയില്ലടോ. നനഞ്ഞ പടക്കങ്ങളൊക്കെ ചീറ്റിപ്പോയി കുഞ്ഞേമേ. ചീറ്റിയും ചൂറ്റിയൊക്കെ പോയി. കാരണം എന്താ അറിയോ? അതെങ്ങാനും ഞങ്ങളുടെ മുസാവറ 40 ഔലിയാക്കന്മാർ ചേർന്ന മുസാവറ കൂടിയാണ്ട് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എന്തായിരുന്നു അവസ്ഥ അറിയിച്ച്? ഞങ്ങളെ ഒരുപാട് നേതാക്കന്മാർ അവിടുത്തെ എൻ്റെ മാതിരിയെ കാലും പിടിച്ചുകൊണ്ട് നടന്നിരുന്നു. ഈ പറയപ്പെട്ട ഷെയ്ഖുന എന്ന് പറഞ്ഞ ആളുടെ അടിയും കാലും പിടിച്ച് നടക്കിയിരുന്നു. അയാൾ പറഞ്ഞത് തന്നെയാണ് സത്യം, അയാൾ പറഞ്ഞത് തന്നെയാണ് ഹക്ക് എന്നുള്ള നിലക്ക് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെന്ത് ചെയ്തു? മുഷാവറ തീരുമാനിക്കലോടുകൂടെ മുഷാവറ എടുത്ത തീരുമാനത്തിനോടൊപ്പമായി ഞാനടക്കമുള്ള ഞങ്ങളെപ്പോലത്തെ പല ആൾക്കാരും മാറി. പല ആൾക്കാരുടെയും ചിന്ത മാറി, മനസ്സ് മാറി.
ഇന്നലെയും കൂടെ ഞങ്ങൾ ഒരുപാട് ഉസ്താദുമാരുമായി ചർച്ച ചെയ്തപ്പോൾ അവരൊക്കെ അതിൽ താല്പര്യം ഉണ്ടായിരുന്നവരായിരുന്നു. പക്ഷേ അതൊക്കെ മാറിയത് മുഷാവറ എടുത്ത തീരുമാനത്തിനോടൊപ്പം നിന്നതാ. അത് നനഞ്ഞ പടക്കം പോലെ അല്ലായത്, ശരിക്ക് പാറപ്പുറത്തിട്ട് ഉണക്കി പൊട്ടിച്ചതുപോലെ അയക്കണത് എന്ന് മനസ്സിലാക്കണം. കാരണം അന്ന പുറക്കത്തെ ഒരു 3 ഈജും നൗഷാദും പിന്നെ സമതും ഇങ്ങനെ 2-3-4 ആൾക്കാരിങ്ങനെ ഒപ്പം കസാലയിലിരിക്കാൻ ഷാളിട്ട് കാണ്ട് ഓലും. അതല്ലാതെ ഈ 6-7 ആൾക്കാരല്ലാതെ ആരായിലുള്ളത്? ഒക്കെ പോയില്ലേ. ഇപ്പം നിങ്ങളിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടെടുക്കുന്ന വിടയിൽ മെയ്തുവിൻ്റെ മാതിരിയും വണ്ടിയായിട്ടാണ് നിങ്ങാണ്ടല്ലേ, അത് വേറെ വിഷയം. അപ്പം നനഞ്ഞ പടക്കം പോലെ എന്ന് പറയരുത്, പാറപ്പുറത്തിട്ട് ഉണക്കി പൊട്ടിച്ചതുപോലെ എന്ന് പറയും. എല്ലാവരും മാറി എന്ന് പറയും ആ ചിന്തയിൽ നിന്ന്. അത് ക്ലച്ച് പിടിച്ചിട്ടുണ്ട്, ക്ലച്ച് പിടിച്ചു. അന്ന് അത് മുഷാവറ എടുത്ത തീരുമാനം കൊണ്ട് ക്ലച്ച് പിടിച്ചു. അൽഹംദുലില്ലാ. ഒരുപാട് ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെപ്പുറത്തുള്ള ആളുകളൊക്കെ അന്ന് നൗഷാദിനോടുള്ള താല്പര്യം, അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ വർത്താനം, അതുപോലെ തന്നെ ഹാഫിള് ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പ്രവർത്തനം, ഇതിലൊക്കെ എല്ലാ ആളുകളും ഞങ്ങൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ മുഷാവറയുടെ തീരുമാനം വരലോടുകൂടെ ഒരുപാട് മുഷാവറയുമായി കൊണ്ട് അടുത്ത ആളുകൾ വരെ എന്തുണ്ടായിരുന്നു, ഈ ആളായിട്ട് ബന്ധമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എടുത്തു പോയത് എങ്ങനെയാണ്? അത് മുഷാവറ എടുത്ത തീരുമാനം കൊണ്ട് തന്നെയാണ്. കുഞ്ഞേമേ, മുഷാവറയുടെ ക്ലിപ്പ് ഇറക്കിയിട്ട് നിങ്ങൾക്ക് എന്താ ഇവിടെ ചെയ്യാൻ പറ്റിയത്? മുഷാവറയുടെ ക്ലിപ്പ് ഇറക്കിയിട്ട് കള്ളത്തരീക്കത്തേക്ക് പോണതൊക്കെ ഒഴിവാക്കാൻ സാധിച്ചു. ജനങ്ങൾ കാര്യം മനസ്സിലാക്കി. അതോടുകൂടി നിങ്ങളെ മുഷാവറയുടെ വില പോയി. ഈജ് പറയല്ലേ ഞങ്ങളെ മുഷാവറന്റെ വില പോയി, ഞങ്ങളെ മുഷാവറക്ക് ഒന്നുകൂടി ശക്തി കൂടുക ചെയ്തേക്കും. എന്താ എനിക്ക് വല്ല വിവരമുണ്ടോ? മുഷാവറ എന്ന് പറഞ്ഞ സംഭവം അതൊന്നുമല്ല. ഇവര് കള്ളം മാത്രമേ പറയൂ. അതല്ലെങ്കിൽ കളവ് പറയുന്ന കള്ളന്മാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കാനേ ഇവർക്ക് കഴിയൂ. ഇവനൊക്കെ മൂല്യര് എന്ന് പറയാൻ പറ്റുമോ? ഈ കുഞ്ഞാമീനൊക്കെ ഓനൊക്കെ മൂല്യര് എന്ന് പറയാൻ പറ്റുമോ? ഓൻ്റെ ഉസ്താദുമാരടക്കമുള്ള ആളുകളെയാണ് ഇപ്പോൾ ഇവൻ ഈ കള്ളൻ എന്ന് പറഞ്ഞത്, കള്ളന്മാർ എന്ന് പറഞ്ഞത്. പണ്ട് ഇങ്ങനെ ഒരാൾ പറഞ്ഞിരുന്നു. പണ്ട് ശംസുലുലമയെയും ആലിബാബയും 40 കള്ളന്മാരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരാളുണ്ടായിരുന്നു. അയാൾ ഇന്ന് സമൂഹത്തിൽ ഒന്നുമല്ലാതെയായിപ്പോയി. അന്നതുപോലെ കുഞ്ഞേമതെ ഒന്നുമല്ലാതെയായി പോവും. കണ്ടോ കേട്ടോ നീയൊക്കെ എന്നുള്ളത് സമൂഹത്തിന് ബോധ്യപ്പെട്ടു. ആരാ കളവ് പറയാൻ ഉളുപ്പില്ലാത്ത വർഗം? ഞങ്ങളെ ശൈഖുനാക്കെതിരെ പച്ചക്കളവ്. ഷെയ്ഖുനാക്കെതിരെ പച്ചക്കളവല്ല, അയാൾ പറഞ്ഞതാണ്, അല്ലാതെ അയാളെ പേരിൽ പച്ചക്കളവ് പറഞ്ഞു പ്രചരിപ്പിച്ചതാരാ? നിങ്ങളുടെ സാക്ഷാൽ നേതാവ്, നിഴൽവാദിയായ നേതാവ്. ഈ നിയൽവാദം അത് നമ്മളെ നൗഷൂനുണ്ടല്ലോ, നൗഷാദിനുണ്ടല്ലോ നിയൽവാദം, അല്ലേ? ഉണ്ടല്ലോ, എനിക്കറിയില്ലേ. ഈമാൻ വിതരണം ചെയ്യാൻ അധികാരമുള്ളവരെന്ന് പറയുന്ന ആ അഹങ്കാരം വെച്ച് ജീവിക്കുന്നവര് ശൈഖാണെന്ന് ഒരൊറ്റ മുസ്ലിമും തെറ്റിദ്ധരിച്ചു പോകണ്ട. അതിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം രക്ഷപ്പെടുമെന്നും ഒരാളും ആലോചിച്ചു പോകണ്ട. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോ പഠിച്ചിട്ടേ എടുക്കുകയുള്ളൂ. അത് മുമ്പെടുത്തവരെ കുറിച്ചും അങ്ങനെ എടുത്തിട്ടുള്ളൂ. അതേ ശംസിയ്യ ത്വരീഖത്തിനെ കുറിച്ച്, കൊച്ചൂർ തരീഖത്തിനെ സംബന്ധിച്ച്, കുണ്ടോട്ടി കൈകളെ സംബന്ധിച്ച്, അങ്ങനെ പോയിട്ട് ശംസിയ്യ തരീഖത്തിനെ കുറിച്ച്, നൂരിഷാ തരീഖത്തിനെ കുറിച്ച്, അങ്ങനെ തുടങ്ങിയിട്ടതാ. ഈ അടുത്ത് ഒരാൾ ശൈഖാണെന്ന് പറഞ്ഞു ദുആർക്കാൻ നടന്നിരുന്നു. അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ നടന്നിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ സുൽത്താൻ തരീഖത്തിന്റെ ഒരു ശൈഖാണെന്ന് പറയുന്ന ഖലീഫയുണ്ട്. അദ്ദേഹത്തിന്റെ പേരും ഇതിലുണ്ട്. ആ മനുഷ്യന്റെ അടുക്കലേക്ക് ജനങ്ങളെ മന്ത്രിക്കാനയച്ചൊരു ഹാഫിദ്, അങ്ങനെ സുൽത്താൻ തരീഖത്തിന്റെ ഏജന്റായി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയൊരു ഹാഫിദ് കോഴിക്കോട്ടിനടുത്ത് പ്രവർത്തനം നടത്തിയപ്പോ, അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ ചികിത്സക്ക് വേണ്ടി പോയിട്ട് ഡോക്ടറെടുത്തല്ല, വൈദ്യരെടുത്തല്ല, മറിച്ച് കണക്കന്മാരും ജ്യോത്സ്യന്മാരുമായ അതേ പൂജ കഴിക്കുന്നവരെടുത്ത് ചികിത്സക്ക് പോകാൻ പറഞ്ഞൊരു ഹാഫിദ് എന്ന പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്ത് ഇങ്ങനെ പ്രവർത്തിച്ചപ്പോ സംശയാസ്പദമാണ്, ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിരുന്നു. എന്താപ്പാ കേട്ടത് നിങ്ങള്? മാഷാ അല്ലാഹ്, ഞങ്ങൾ കേട്ടത് ഞങ്ങളുടെ നേതാവിൻ്റെ പ്രസംഗം. മൗലാന പേരോട് ഉസ്താദ് പറഞ്ഞത്. പേരോട് ഉസ്താദൊക്കെ ചങ്ങായി ഒരു വാക്ക് പറഞ്ഞാൽ
പേരോട് ഉസ്താദിൻ്റെ മൂത്രം ചാടിക്കിടക്കാൻ മാത്രം ഉണ്ട് ഇജ്ജൊക്കെ. എന്നിട്ട് ഇപ്പം ഇജ്ജ് അത് ഇട്ടുകാണ്ട് ഇങ്ങനെ ക്ലിപ്പാക്കാൻ. നമ്മളൊക്കെ ഇപ്പോൾ ഒരു പ്രായക്കാരല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഏതായാലും പൊന്നാര കുഞ്ഞേമേ, പേരോട് ഉസ്താദിൻ്റെ മൂത്രം ചാടിക്കിടക്കാൻ മാത്രമൊന്നും ഇപ്പം ഇജ്ജില്ല. എന്നിട്ട് പേരോട് ഉസ്താദിൻ്റെ ക്ലിപ്പിട്ട് കാണ്ട് ഇങ്ങനെ ഭയങ്കര ഒച്ചയും പുളി ഉണ്ടാക്കുക. അതിലൊന്നും വലിയ കാര്യമല്ല. പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താ? പേരോട് ഉസ്താദ് പറഞ്ഞത് മൂക്ക് കീപ്പട്ടായവർക്ക് മുഴുവനും അറിയും. മനസ്സിലായോ? പേരോട് ഉസ്താദ് എന്താ പറഞ്ഞത്? മൂക്ക് കീപ്പട്ടായവർക്ക് മുഴുവനും അറിയും. എന്താ കേട്ടത്? ഞങ്ങളെ ശൈഖുനാക്കെതിരെ പച്ചക്കളവ് എന്തേ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ചോദിക്കുന്നു, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇയാള് പറഞ്ഞ കളവിന്റെ ആൾ പൊന്നാര കുഞ്ഞേമതേ, ആരെയും പറഞ്ഞുകൊണ്ട് കിടക്കണേജ്? സുന്നത്തമയത്തിൻ്റെ വലിയ വലിയ പണ്ഡിതന്മാരാണല്ലോ ജി പറയുന്നത്. എനിക്ക് തീരെ കഥല്ലേ. ഇജ് ഏതോ ഒരു ഷെയ്ഖിൽ പെട്ടുകാണ്ട് ഇങ്ങനെ ആലിമീങ്ങളെ വല്ലാതെ പറയണ്. ഒരു തൊഴിൽ അടങ്ങി ഒതുങ്ങി കുത്തിരുന്നൂടെ എനിക്ക്? അല്ലെങ്കിൽ വല്ല പള്ളിയിലും ജോലി ചെയ്ത് കാണ്ട് എന്താ അങ്ങനെയൊക്കെ ആയാലും